യുഎഇയിൽ ഏപ്രിൽ മാസത്തെ ഇന്ധനവിലയിൽ വർധനവുണ്ടാകുമോ? പശ്ചിമേഷ്യൻ സംഘർഷം ഈ പെട്രോൾ, ഡീസൽ വിലയെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നൊക്കെ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു കാര്യമാണ്. ഇന്ന് ഏപ്രിൽ മാസത്തെ പെട്രോൾ, ഡീസൽ വില പ്രഖ്യാപിച്ചപ്പോൾ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡീസലിന്റെ കാര്യം എടുത്തു പറയണം. മാർച്ച് മാസത്തിൽ 2 ദർഹം 72 ഫിൽസ് ആയിരുന്നത് ഏപ്രിലിൽ 4 ദർഹം 69 ഫിൽസായി ഉയരും. പെട്രോളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സൂപ്പർ 98 പെട്രോളിന് മാർച്ച് മാസത്തിൽ 2.59 ആയിരുന്നു, ഏപ്രിലിൽ 3.39 ആകും. സ്പെഷ്യൽ 95ന് 2.48 ആയിരുന്നത് 3.28 ഉയരുന്നുണ്ട്. E+91ന് 2.40 ആയിരുന്നു മാർച്ച് മാസത്തിൽ. ഏപ്രിൽ മാസത്തിൽ E+91ന് 3 ദർഹം 20 ഫിൽസും നൽകേണ്ടി വരും. അബുദാബി എമിറേറ്റിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഷാബിയ മുസഫ, ധാരാളം മലയാളികളടക്കം ആളുകൾ താമസിക്കുന്ന ഒരു മെയിൻ റെസിഡൻഷ്യൽ ഏരിയയിൽ ഏപ്രിൽ 6 തീയതി മുതൽ പെയ്ഡ് പാർക്കിംഗ് ആക്ടിവേറ്റ് ആവുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം ക്യൂ മൊബിലിറ്റി ഒഫീഷ്യലി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് നിരവധി ആളുകൾക്കുള്ള സംശയമാണ്, ഇത് എല്ലാ സോണുകളിലും ഉണ്ടോ, മൊബിലിറ്റിയുടെ ഒരു അറിയിപ്പിൽ ചില സോണുകൾ വിട്ടുപോയിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിലിപ്പോൾ ഷാബിയ 10, 11 എന്നിവിടങ്ങളിലാണ് പെയ്ഡ് പാർക്കിംഗ് ആക്ടിവേറ്റ് ആവുന്നത് ഏപ്രിൽ 6 തീയതി മുതൽ. 9, 12 എന്നീ ഏരിയകളുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഏപ്രിൽ 6 തീയതിക്ക് മുൻപ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നേക്കാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ ചില വില്ല ഏരിയകളിൽ റെസിഡൻഷ്യൽ പെർമിറ്റ് ഇല്ലാത്ത ആളുകൾക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരും ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് ശേഷം. അതിൽ പറഞ്ഞിട്ടുള്ള സോണുകൾ ഇതൊക്കെയാണ്: മുഹമ്മദ് ബിൻ സായിദ് സിറ്റി വില്ല ഏരിയ, സോൺ 17/01, സോൺ 19, സോൺ 20, സോൺ 27. വില്ല പാർക്കിംഗ് പെർമിറ്റിനും റെസിഡൻഷ്യൽ പെർമിറ്റിനും ഒക്കെ ആയിട്ട് താം ആപ്പിലോ അല്ലെങ്കിൽ ഡാർബ് ആപ്പ് വഴിയോ താമസക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പാർക്കിംഗ് ഫീസ്, സ്റ്റാൻഡേർഡ് പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് പെർ അവർ 2 ദറംസ് വെച്ചായിരിക്കും ഈടാക്കുക. ഷാർജ എമിറേറ്റിൽ മഴക്കെടുതി മൂലം കുറച്ച് ദിവസങ്ങളായി പാർക്കിംഗ് ഫീസ് ഒഴിവാക്കിയിരുന്നു. അത് ഇന്ന് മുതൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാർജയിൽ പോയി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ന് പാർക്കിംഗ് ഫീസ് ഇടാൻ മറക്കേണ്ട. ഇന്ന് മുതൽ സാധാരണ രീതിയിൽ ഷാർജ എമിറേറ്റിലെ പാർക്കിംഗ് ഫീസുകൾ ഈടാക്കും. സംഘർഷ സാഹചര്യങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ യുഎഇയിലെ എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസം ഏപ്രിൽ 17 തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ന് നൽകിയിട്ടുണ്ട്. ഇത് കിൻഡർ ഗാർഡനുകൾ, നഴ്സറികൾ, മറ്റ് പൊതു സ്വകാര്യ സ്കൂളുകൾ എല്ലാവർക്കും ഇത് ബാധകമായിരിക്കും. ഏപ്രിൽ 17 തീയതി വരെ വിദൂര വിദ്യാഭ്യാസം തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് യുഎഇയിൽ. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2026 മാർച്ച് 31 ചൊവ്വാഴ്ച.